ചരിത്രപരമായി കേരളത്തിൻ്റെ ഒരു വികാസത്തിൻ്റെ അകത്ത് അതിൻ്റെ പല ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ജനങ്ങളുടെ ഇടപെടൽ വികസന പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ എന്ന നിലയ്ക്ക് മാത്രമല്ല, സർക്കാർ ജനങ്ങളുടേതാണല്ലോ സർക്കാരിൻ്റെ ഇടപെടലുണ്ട് എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ നേരിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. നമ്മളിപ്പോൾ സാക്ഷരതയുണ്ടായി, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്ന സാധനം ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമപരമായ നടപടി മാത്രമാണ്. കുടിവെടുപ്പ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള EMS സർക്കാരിൻ്റെ തീരുമാനമായാലും അതിനുശേഷം വന്നിട്ടുള്ള ഭൂപരിഷ്കരണ നിയമമായാലും ഇതൊക്കെ നിയമം പുസ്തകത്തിൽ കിടക്കും. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള സമാനമായ നിയമങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഭൂപരിഷ്കരണം എന്ന രൂപത്തിലേക്ക് ആ കാര്യം നടന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? കേരളത്തിൽ മിച്ചഭൂമി ചൂണ്ടിക്കാണിച്ചത് മിച്ചഭൂമിയാണ് എന്ന് പറയുകയും അത് അവിടുത്തെ ഭൂപ്രമാണിമാരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തത് ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പം ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവിടെ കൊടികുത്തി ഇത് ഗവൺമെൻറ് ലാൻഡാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ ലാൻഡ് ഗവൺമെൻറ് ലാൻഡായത്. ഇപ്പോൾ ലാൻഡ് എൻ്റെ കയ്യിൽ 100 ഏക്കറോ 200 ഏക്കറോ ഭൂമിയുള്ളൊരു ഭൂപ്രമാണിയെ സംബന്ധിച്ചിടത്തോളം ആ ഭൂപ്രമാണി ആ ലാൻഡ് അവിടെ കയ്യിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള നായ്ക്കും പശുവിനും ഒക്കെ പേരിട്ട് അവരെയൊക്കെ പേരിലാക്കി വെക്കുന്ന ഒരു ലാൻഡിൽ ജനം കയ്യേറി കൊടികുത്തി യെസ് നിങ്ങളത് ലാൻഡാണെങ്കിൽ ഈ ലാൻഡിന് 15 ഏക്കർ കൂടുതലുള്ള ലാൻഡ് നിങ്ങൾ ഒരാൾക്ക് പറ്റില്ലല്ലോ, അടുത്ത ആളെ ചൂണ്ടിക്കാണിക്കൂ, അടുത്ത ആളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവരാൻ നായ്ക്കുട്ടിക്ക് വന്നിട്ട് എൻ്റെതാണ് ലാൻഡ് എന്ന് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ലാൻഡ് ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടായത്, ആളുകൾക്ക് പട്ടയം കിട്ടുന്ന അവസ്ഥ ഉണ്ടായതൊക്കെ ജനകീയമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ വലിയ രൂപത്തിലൊരു ഗ്രന്ഥശാല പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ഞാൻ പറഞ്ഞ സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷരതയ്ക്ക് വേണ്ടി എല്ലാ ഗവൺമെൻറ്റും സാക്ഷരതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ജനകീയ പ്രസ്ഥാനം കേരളത്തിൽ വരികയും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ അവരെ തൊട്ടടുത്തുള്ള ആളുകളെ പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടാകുന്നത്. ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഭാഗമല്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നത്, കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയ ഫണ്ട് അയൽക്കൂട്ടങ്ങൾ ചേർന്ന് അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിൽ ജനകീയമായ വലിയൊരു ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ജനകീയാസൂത്രണം എന്ന് പറയുന്നൊരു നടപടിയുടെ ഭാഗമായിട്ടാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്നത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറിത്തീരുന്നത്. ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നല്ലോ. അപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്നത് പ്രാവർത്തികമാകുന്നത് വലിയ ജനകീയ ഇടപെടലുണ്ടായതുകൊണ്ടാണ്. ഓരോ പ്രദേശത്തും ഏത് വീട്ടിലാണോ വൈദ്യുതി ഇല്ലാത്തത് ആ വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ വയറിങ് ഏറ്റെടുക്കുന്നതിന് വയർമാന്മാരുടെ സംഘടനകൾ, ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ തൊഴിലാളി സംഘടനകൾ ഒക്കെ നടത്തിയിട്ടുള്ള വലിയ എഫേർട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. കണക്ഷനൊക്കെ അവിടെ നേരിട്ട് പോയി വീടുകളിൽ പോയി കണക്ഷൻ ഫോം പൂരിപ്പിച്ച്, അല്ലാണ്ട് ഒരാൾ വന്ന് അപേക്ഷിച്ചിട്ട് അവർക്ക് കണക്ഷൻ കൊടുക്കുകയല്ല. ആ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാവുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാലത്തും ഒരു പബ്ലിക് ഇൻ്റർവെൻഷൻ്റെയും കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികസനം, അത് സ്കൂളുകൾ ഉണ്ടായത്. ഇപ്പോൾ പിടിയേരി സംഭരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോഴും പലതും പ്രാദേശികമായ എന്താ പറയുക സൊസൈറ്റികളും ട്രസ്റ്റുകളും ഒക്കെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത സൊസൈറ്റികളാണ്. അല്ലാതെ മാനേജ്മെൻറ്റ് നേരിട്ട് ഇപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ, സ്കൂളുകൾ അതൊക്കെ ഈ പറയുന്ന ഫോറിൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ അവരുടെ സ്വന്തം നിലയ്ക്കോ അല്ലല്ലോ, പ്രാദേശികമായി ആ പ്രദേശത്തെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി. എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. പക്ഷേ ആ സ്കൂളിൻ്റെ നിർമ്മാണം, അതിൻ്റെ കെട്ടിടം അടക്കമുള്ള എല്ലാ കാര്യത്തിലും ആ നാട്ടിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ പ്രാദേശികമായ സ്കൂളുകൾ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു വലിയ ജനകീയ ഇടപെടലുണ്ട്. ഈ ജനകീയ ഇടപെടലിൻ്റെ തലമുണ്ടാക്കുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയനുകളൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് മാറി മാറി വരുന്നുണ്ടോ എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ ഒരു പൊതുവികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനപ്പുറത്തുള്ള പങ്കാണ്. ഗവൺമെൻറ്റിൽ പങ്കാളിയായിരിക്കുമ്പോൾ ഈ സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനപ്പുറത്ത്
ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഘടകം ഇതിനകത്ത് മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം ആ നിലയിൽ കൂടിയാണ് കേരളത്തിൻ്റെ വികസനത്തെ നമ്മൾ കാണാൻ കഴിയുക. എന്നാൽ ഈ വികസനത്തിനെക്കുറിച്ചുള്ള സമീപനത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം നോക്കുന്നു, കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം UDF ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാവുമോ? കാരണം കേരളത്തിലെ ചൗധരി കമ്മീഷൻ അടക്കം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭം ഉള്ളത് നഷ്ടമുള്ളത് എന്നൊക്കെ വെച്ചിട്ട് നഷ്ടമുള്ളത് വിൽക്കാൻ തീരുമാനിക്കുന്നു, നഷ്ടമുള്ളത് ആരും വാങ്ങാൻ തയ്യാറില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ലാഭമുള്ളത് വിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളാണല്ലോ ഉണ്ടായത്. പൊതുമേഖലയെ സംരക്ഷിക്കേണ്ടതാണ്, പൊതുമേഖലയെ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്, അതിൽ ഗവൺമെൻറ് ഇടപെടേണ്ടതാണ് എന്നതാണോ ഈ UDFിൻ്റെ സമീപനം എന്ന് ചോദിച്ചാൽ, ഇപ്പം രമേശ് ചെന്നിത്തല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പരസ്യമായി തന്നെ പറഞ്ഞല്ലോ, യു ഷുഡ് നോട്ട് ഇൻ്റർഫിയർ അല്ലേ, ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്, ഒരു ഫെസിലിറ്റേറ്റർ ആയാൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ടതില്ല എന്നാണല്ലോ പറഞ്ഞത്. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ ആകുക അല്ലല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി പൊതുവികസനം സാധ്യമാകുമോ? ഗവൺമെൻറ് പങ്കാളിയായി തന്നെയേ പൊതുവികസനത്തിൽ സാധ്യമാകൂ. സ്കൂൾ നടത്തേണ്ടത് പ്രൈവറ്റ് സെക്ടർ അല്ല, ഗവൺമെൻറ് ആണ്. കുടിവെള്ളം കൊടുക്കേണ്ടത്, കുടിവെള്ളം കൊടുക്കുന്നതിന് ഏതെങ്കിലും കുറേ പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടായാൽ പോരെ? അങ്ങനെയല്ലല്ലോ കേരളം അതിനെ കാണുന്നത്. കേരളം കാണുന്നത് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ്, കോർപ്പറേഷൻ്റെ ചുമതലയാണ്, മുനിസിപ്പാലിറ്റിൻ്റെ ചുമതലയാണ്, കേരള വാട്ടർ അതോറിറ്റി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയാണ് ഇത് നടത്തേണ്ടത് എന്ന നിലയിലാണല്ലോ കാണുന്നത്. കേരളത്തിൽ വൈദ്യുതി മേഖലയിൽ സ്വകാര്യവൽക്കരണം നടത്തില്ല എന്ന് എല്ലാ സംഘടനകളും ഒരുമിച്ചാണ് പറയുമ്പോഴും അതിനകത്ത് കൃത്യമായ നിലപാട് ഇടതുപക്ഷ ഗവൺമെൻറ്റല്ലേ സ്വീകരിച്ചു പോകുന്നത്. ഇപ്പം 2003 ആക്ടിൻ്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ബോർഡിനെ വിഭജിക്കാനും സ്വകാര്യവൽക്കരിക്കുന്നതിനും വേണ്ടി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടൻ്റായി നിയമിച്ചിരുന്നു. 2005 ആ കൺസൾട്ടൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരികയും ഈ സ്ഥാപനത്തെ വിഭജിക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുകയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികസനം മുന്നോട്ട് പോയിട്ടുള്ളത്. യെസ്, ഇടക്കാലത്ത് ഒരു 5 കൊല്ലത്തേക്ക് UDF പല ഘട്ടങ്ങളിലും വരികയും അതുവരെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മൊത്തത്തിലങ്ങ് താറുമാറായി പോകുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള എന്താ, UDF വരുമ്പം വലിയ പ്രക്ഷോഭങ്ങളുണ്ടാവും, LDF വരുമ്പോൾ ഇവരൊക്കെ അതൊക്കെ ചെയ്യും അല്ലേ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് ചെയ്യും, ഗവൺമെൻറ്റിനെ ന്യായീകരിക്കും. UDF വന്നാൽ വലിയ പ്രക്ഷോഭം. എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ചില നയസമീപനങ്ങൾ, അതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, വിവിധ പ്രശ്നങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, ആ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയസമീപനം കേരളത്തിലുണ്ടാകുമ്പോൾ ആ നയസമീപനത്തെ തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും കേരളത്തിലുണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഗവൺമെൻറ് നടപടികളെ വെറുതെ അങ്ങ് എതിർക്കുകയല്ലല്ലോ. പലപ്പോഴും UDF ഗവൺമെൻറ് വരുമ്പം അതിനെ രാഷ്ട്രീയമായി LDF എതിർക്കുന്നു, അങ്ങനെയാണ് ഇവർ ഈ പ്രക്ഷോഭം മുഴുവൻ നടത്തുന്നത് എന്ന രൂപത്തിലൊരു വ്യാഖ്യാനം ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനത്തെ നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിക്കുക. ഇപ്പം ഓരോ ഘട്ടത്തിലും നമ്മളിപ്പം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിക്കുമ്പോൾ കോൺഗ്രസ് ഞങ്ങൾ സ്വന്തം പിരിച്ച് നടത്തിക്കൊള്ളാമെന്നാണല്ലോ പറഞ്ഞത്. മുമ്പ് സുനാമി ഉണ്ടായല്ലോ, ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് ഇവിടുത്തെ DYFയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനല്ലേ ശ്രമിച്ചത്. അല്ലാണ്ട് ഞങ്ങൾ സ്വന്തം കണ്ടെത്തി ഞങ്ങൾ അപ്പുറത്ത് അവരുടെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്താമെന്നല്ലല്ലോ പറഞ്ഞത്. റോഡ് വികസനം, ദേശീയപാതാ വികസനത്തിൻ്റെ അടുത്ത് ആളുകൾക്ക് കൃത്യമായി കോമ്പൻസേഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ പറയുന്നൊരു 30 മീറ്ററിൽ മതി റോഡ് എന്ന സമീപനമാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരുന്നത്? റോഡ് പൂർണ്ണതോതിൽ തന്നെ വികസിപ്പിക്കണം എന്ന സമീപനം തന്നെയല്ലേ സ്വീകരിച്ചത്. വികസന പ്രശ്നങ്ങളോടുള്ള സമീപനത്തിനകത്ത് UDF ഭരിക്കുമ്പോഴും ഇടതുമുന്നണി ഭരിക്കുമ്പോഴും പലപ്പോഴും CPMഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിച്ച് പോരുന്ന നിലപാടുകൾ മാറി മാറിയുള്ള നിലപാട് സ്വീകരിച്ച് പോകാറില്ല. ഒരു കൺസിസ്റ്റൻ്റായ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകാറ്. അത് അങ്ങനെയാണെങ്കിൽ സ്വാശ്രയത്തിനെതിരെ സമരം നടത്തിയ നിങ്ങൾ, കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ നടന്നിട്ട് നിങ്ങൾ വന്ന ശേഷം സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിരവധി ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് നിങ്ങൾ സ്ഥലം കൊടുക്കുകയല്ലേ? വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഭാവി തലമുറയെ
അവർക്ക് ഡോക്ടറാവുക അല്ലെങ്കിൽ വിവിധ എന്താ പറയുക മേഖലകളിലേക്ക് ആവശ്യമായ ആളുകളെ കണ്ടെത്തുക, വികസിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യത്തിൽ. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതിന് കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം എന്നത് തന്നെയാണ് ഇടത് പക്ഷത്തിൻ്റെ നിലപാട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമരമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം ഏതാ? അന്നത്തെ ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ദേശീയ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ്. ആ മാറ്റങ്ങളെ ന്യായീകരിച്ചുകൊണ്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യങ്ങളെ കാണുന്നത്. ഇപ്പം ദേശീയ വിദ്യാഭ്യാസ നയം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ അടക്കം ഓരോ ഗവൺമെൻറ്റിനും ചെലവഴിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷി, ഇതൊക്കെ തീരുമാനിക്കുന്നത് കേരളത്തിനുള്ളിൽ നിന്നല്ലോ, ദേശീയ അടിസ്ഥാനത്തിലല്ലേ തീരുമാനിക്കപ്പെടുന്നത്. നമുക്ക് പ്ലാൻ ഫണ്ട് എന്ന് പറയുന്ന സാധനം എത്ര വേണം, നമ്മളെ പ്ലാൻ സൈസ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ലല്ലോ, ദേശീയ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ രൂപത്തിൽ പരിമിതി വന്നുവിടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തരമൊരു കാലഘട്ടത്തിൽ സ്വകാര്യവൽക്കരണം, വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണവും സ്വകാര്യവൽക്കരണവും വരുന്നതിനെതിരായ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളും അതിൻ്റെ സാധ്യതകളും ഒക്കെ കേരളത്തിനുള്ളിൽ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കാതിരിക്കുക എന്നതും കൂടി ഒരു ഗവൺമെൻറ്റിന് സ്വീകരിക്കേണ്ടി വരുന്ന നിലപാടാണ്. ഗവൺമെൻറ്റിന് കേരളത്തിനുള്ളിൽ ഒരു നിലപാട് സ്വീകരിച്ച് ഇത്തരം സ്ഥാപനങ്ങളൊന്നും കേരളത്തിൽ വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് നിൽക്കാം. പക്ഷേ അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു അവസരം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യതയും കൂടി ഗവൺമെൻറ്റിനുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില സാധ്യതകളുണ്ട്. ഇപ്പോൾ ഏത് നയത്തിനകത്തും ഓവറോൾ ആ നയം മൊത്തത്തിലെടുക്കുമ്പോൾ അത് ദോഷകരമായിരിക്കുമ്പോഴും അതിനകത്ത് പരിമിതമായ ചില ഗുണങ്ങളുണ്ടാവും. നമ്മളൊരു നയത്തെ എതിർക്കുന്നു, ആ നയത്തിനെ എതിർക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്വാശ്രയ കോളേജ് വരുന്നില്ല, കർണാടകത്തിലും തമിഴ്നാട്ടിലും സ്വാശ്രയ കോളേജ് ധാരാളമായി വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന സാധനത്തിന് സാധ്യതയുള്ള കേരളീയം മുഴുവൻ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കും, ഇല്ലേ? അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനകത്ത് കേരളത്തിൽ മാത്രം വരുന്നില്ല എന്ന് സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഈ നയത്തിനെ എതിർക്കുക, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെയും കേരളത്തിലെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള, അവിടെ എല്ലാതരം കോഴ്സുകൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുക. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങളോട് വളരെ ഹോസ്റ്റൈലായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുക എന്നൊരു അതേ പ്രാക്ടിക്കലി ഒരു നിലപാട് എന്നുള്ള രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയും. ഇപ്പം നേരത്തെ ഇപ്പം കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടായിട്ടുള്ള അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ ലാൻഡ്, ഗവൺമെൻറ്റിൻ്റെ കെട്ടിടം, അവിടുത്തെ സാനിറ്റോറി ആണല്ലോ. ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന രൂപത്തിലൊരു സംവിധാനം ഉണ്ടാക്കുകയും സ്വകാര്യ ട്രസ്റ്റ് രൂപത്തിലേക്ക് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ശ്രമം വന്നപ്പോഴാണല്ലോ അതിനെതിരായിട്ട്. അപ്പം ഈ ഗവൺമെൻറ് സെക്ടറിൽ നടക്കേണ്ട കാര്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നതിന് പകരം ഗവൺമെൻറ് സെക്ടറിനെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഒരു സ്വകാര്യ സ്ഥാപനം ഇവിടെ വരുമ്പോൾ അതിനോടെടുക്കുന്ന സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ നിലയിൽ കൂടി ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റത്തെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിനകത്ത് പുറത്തുനിന്നുള്ള റെമിറ്റൻസ് പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതിനകത്തൊരു സംശയവും വേണ്ട. അപ്പോൾ അത്തരം ഒരു റെമിറ്റൻസ് ഈ പറയുന്ന പോലെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു സാധ്യത ഉണ്ടാക്കിയെടുത്തതിൽ കേരളത്തിൻ്റെ ഒരു പങ്കും കൂടി കാണേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഏതൊരു സംസ്ഥാനവും അവിടുത്തെ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ബാലൻസ് ആണല്ലോ ശരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു, നമുക്ക് ആവശ്യമുള്ള പല ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. മനുഷ്യന്മാർ അൺസ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അല്ല കയറ്റി അയക്കുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് ഇപ്പം 70കളിലൊക്കെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത് അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ളതല്ല, കുറേ അൺസ്കിൽഡ് ലേബേഴ്സും പോയി. പക്ഷേ 70കളിൽ അങ്ങനെ പോകാൻ കേരളത്തിൽ കുറേ തൊഴിലാളികളെ കിട്ടുന്നതിന് ഇടയാക്കിയത് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ ബന്ധിതമായി കിടക്കുന്ന മനുഷ്യ വിഭവത്തെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള വിഭവമാക്കി മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണല്ലോ ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. കാരണം ഭൂമിയിൽ ഈ പറഞ്ഞ പോലെ ഒരു സെമീന്ദാരി സിസ്റ്റത്തിൻ്റെ ഭാഗമായി, ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കെട്ടുപാടിൽ കിടക്കുന്ന മനുഷ്യന്മാരെ സ്വതന്ത്രമായി കൂലിക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റുന്നവരാക്കി മാറ്റുക എന്നൊരു പ്രോസസ്സ് കൂടി ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക സാമൂഹ്യ പരിഷ്കരണം കൂടിയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ സ്വഭാവം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒന്ന് കുടികടപ്പ്,
വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി 10 സെൻറ്റ് സ്ഥലമുണ്ടാകുമ്പോൾ, അവർക്ക് സ്വന്തമായൊരു വീടുണ്ടാകുമ്പോൾ, ആ വീടുണ്ടാകുന്ന ഇടത്ത് കുട്ടികളും കൂടി പറമ്പ് പണിയെടുക്കേണ്ട അവസ്ഥയില്ലാതാകുകയും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന താമസക്കാരൻ ഏതെങ്കിലും ആളുകളുടെ പറമ്പിലെ അടിമ പണിക്കാരനല്ലാതാകുകയും കൂലി വാങ്ങി പണിയെടുക്കുന്നവനാകുകയും ചെയ്യുന്നു. അങ്ങനെ കൂലി കിട്ടി പണിയെടുക്കാൻ കഴിയുകയും ചെന്ന് കിടന്നുറങ്ങാൻ ഒരു കൂലി ഉണ്ടാകുകയും ചെയ്തത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആളുകൾ മുഴുവൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കാരണമായി. ഇത് അടുത്തൊരു ഘട്ടത്തിൽ ഇങ്ങനെ അഭ്യസ്തവിദ്യരായ ലോകമെമ്പാട് സഞ്ചരിച്ച് വേണമെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ജനത കേരളത്തിലുണ്ടായി വന്ന ജനതയ്ക്ക് പുറത്ത് പോവുക എന്ന് പറയുന്ന സാധനത്തിനകത്തും ഈ പറയുന്ന ഭൂമി ഒരു വലിയ സഹായം ചെയ്തു. അവരുടെ കയ്യിലൊരു അസറ്റ് ഉണ്ട്. ആ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫിൽ പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു അസറ്റ് തൽക്കാലം അവിടെ പണയം വെച്ചിട്ടെങ്കിൽ എനിക്ക് കുറച്ച് കാശുണ്ടാക്കാൻ കഴിയും. അങ്ങനെ കാശുണ്ടായാൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും. ഇതൊക്കെ കേരളീയന് മാത്രം സിദ്ധിച്ചിട്ടുള്ള സാധ്യതകളാണ്. ഇന്ത്യയിലും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ അവിടെ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവർ പോയിട്ടുള്ള ആളുകളെയൊക്കെ ലിസ്റ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് അവിടുത്തെ അപ്പർ ശ്രേണിയിൽപ്പെട്ട ആളുകളാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലതുപോലെ സാധാരണ മനുഷ്യന്മാരോ അല്ലെങ്കിൽ വളരെ അധസ്ഥിതരായ മനുഷ്യന്മാരോ അല്ല ഈ രൂപത്തിൽ നാട് കടന്നുപോയി അധ്വാനിച്ച് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ പോയി അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള റെമിറ്റൻസ് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ കൂലി വ്യവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് കേരള വികസനത്തിൻ്റെ ഒരു സ്വഭാവം, അതിനകത്ത് വന്നിട്ടുള്ള ഈ ജനകീയ പങ്കാളിത്തവും അതുപോലെ തന്നെ ഭൂപരിഷ്കരണം തുടങ്ങി ഏറ്റവും അവസാനത്തെ ജനകീയാസൂത്രണം വരെയുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളും കേരളീയനെ എവിടെയും പോയി സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ സൃഷ്ടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ച് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ പുറത്തു പോകുന്നതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ സ്വഭാവം എന്ന് പറയാൻ പറ്റാത്ത വേറൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഒരു കാലത്ത് ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് റെമിറ്റൻസ് ഒക്കെ പറയാം. യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, കാനഡയിലേക്കൊക്കെ കുടിയേറുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ ആ വരുമാനം കൂടി ഡോളറായി കൺവേർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇങ്ങോട്ടേക്ക് റെമിറ്റൻസ് അല്ലല്ലോ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് റെമിറ്റൻസ് വരുന്ന രൂപത്തിലേക്ക് മാറുന്നു. ആളുകൾ കുടിയേറുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പം സ്വഭാവത്തിൽ ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത്തരമൊരു മാറ്റം വരുമ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷന് സഹായകരമായ രൂപത്തിലുള്ള വികസനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതും കൂടി പ്രധാനപ്പെടുന്നു. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ കേരളത്തിന് പുറത്തു പോയ ആളുകൾക്ക് തിരിച്ച് കേരളത്തിൽ വന്ന് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുന്നുണ്ട്. കേരളം യഥാർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ പൊട്ടൻഷ്യലുള്ള നോളജ് തൊഴിലുകൾ നന്നായി കൊടുക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമായി വളരുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പം 2021 ഐസക്കിൻ്റെ ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട നോളജ് സൊസൈറ്റി അല്ലെങ്കിൽ വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കുറേ കൂടി ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിലടുത്ത ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തന്നെ ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വികസനത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. കാരണം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ ആയാലും ജലപാതയായാലും അതിനകത്തൊക്കെ പണി പൂർത്തിയാവാനൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ നമ്മളൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് അടക്കമുള്ള പദ്ധതികളുടെ ഒക്കെ ഭാഗമായിട്ട് ഒരു സ്റ്റേബിൾ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പവർ കോറിഡോഴ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കെഫോണിൻ്റെ വലിയൊരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പറ്റീറ്റർക്കും അതേപോലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആളുകൾക്ക് വിജ്ഞാനം വിരൽത്തുമ്പിൽ എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. വിരൽത്തുമ്പിൽ നിന്ന് എത്താത്തത് വിരൽത്തുമ്പിൽ തന്നെയായി. ഇങ്ങനെ തോണ്ടിയാണല്ലോ നമ്മളിപ്പോൾ വിജ്ഞാനം ആർജിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിജ്ഞാന തൊഴിലുകൾ വർദ്ധിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാവണം. ഇതിനകത്തൊരു വലിയ ഇടപെടലാണ് ഗ്രഫീൻ സാങ്കേതിക വിദ്യയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും വലിയ രൂപത്തിൽ ചർച്ചയായിട്ടില്ലാത്തൊരു കാര്യമാണ്. കേരളം ഗ്രഫീൻ സാങ്കേതിക വിദ്യയിൽ എന്താ പറയുക, ഇന്ത്യയിലെ ഒരു പ്രൈം റണ്ണറായി അല്ലെങ്കിൽ മുന്നിലോടുന്ന ഒരു സംസ്ഥാനമായി മാറിയില്ലേ. ഇപ്പോൾ ഹൈഡ്രജൻ ടെക്നോളജിയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തരം തൊഴിലുകളുടെ ഒരു ശ്രേണി സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിന് കഴിയുക എന്ന് വന്നാൽ നമുക്ക് ഒരു പോസിറ്റീവ് റിവേഴ്സ് മൈഗ്രേഷൻ്റെ സാധ്യത
തുറന്നു തരും. അവിടെ ഇവിടെയൊക്കെ പോയി തൊഴിലെടുക്കുന്നതിന് പകരം ഇവിടെ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള തൊഴിലുകളുടെ സാധ്യതയുണ്ട് എന്ന് വന്നാൽ തീർച്ചയായും വികസനത്തിൻ്റെ ഒരു പുതിയ അധ്യായം കേരളത്തിൽ തുറക്കപ്പെടും. അതിന് കഴിയുന്നൊരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.